കാറിൻ്റെ ഡോറ് അൺലോക്ക് ചെയ്യുന്നതും ലോക്ക് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഇതാ അൺലോക്ക് ബട്ടൺ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ ലോക്ക് ബട്ടണും ഉണ്ട്. ഇത് അൺലോക്ക് ആക്കുമ്പോൾ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു റെഡ് നിങ്ങൾക്ക് കാണാം, റെഡ് മാർക്ക് കാണാം. ഇപ്പോൾ ഡോറ് അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിക്കോ, കണ്ടോ, ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കാറിൻ്റെ ഡോറ് ലോക്കും അൺലോക്കും ചെയ്യുന്നത്. ഇനി നമ്മളിപ്പം ലോക്ക് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അകത്ത് നിന്ന് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് തുറക്കാൻ പറ്റും, അതായത് ഡോറ് തുറക്കാൻ പറ്റും. ഡോറ് തുറക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് ചൈൽഡ് ലോക്ക് എന്നാണ് പറയുക. എങ്ങനെയാണ് ഈ ഡോറ് ചൈൽഡ് ലോക്ക് സെറ്റിങ്സിൽ വെക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വണ്ടിക്കകത്ത്, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ലൈസൻസ് കയ്യിലുണ്ടായിട്ടും പേടി കൊണ്ട് ഡ്രൈവ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഈ ട്രെയിനിങ് ഉപകാരപ്പെടും. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് ആ ചൈൽഡ് ലോക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഫ്രണ്ടിലല്ല ഈ ചൈൽഡ് ലോക്ക് ഉള്ളത്, ബാക്ക് ഡോറിലാണ് ഉള്ളത്. അപ്പോൾ ബാക്ക് ഡോറ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നോർമലി നമ്മൾക്ക് ഇത് അകത്തുനിന്ന് തുറക്കാൻ പറ്റും. എങ്ങനെ, നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, ഇതേപോലെ നമുക്ക് അൺലോക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡോറ് തുറക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റിങ്സ് കാണാം, കണ്ടില്ലേ? ഇതാ ഇവിടെ അൺലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, താഴെ ഇത് ലോക്ക് എന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മുകളിലേക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ആക്കാം, മുകളിലേക്കും ആക്കാം. മുകളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അൺലോക്ക് പൊസിഷനിലാണ് ഉണ്ടാവുക. ഇനി താഴത്തേക്ക് ആക്കിയെന്ന് വിചാരിച്ചോ, താഴത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഡോറ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഡോർ അകത്തു നിന്ന് തുറക്കാൻ കഴിയില്ല. പുറത്തുനിന്ന് മാത്രമേ പിന്നീട് തുറക്കാൻ പറ്റുള്ളൂ. അകത്തുനിന്ന് എത്ര ട്രൈ ചെയ്താലും തുറക്കാൻ പറ്റില്ല. അപ്പോൾ നോർമലി ഇത് അൺലോക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ കുട്ടികളൊക്കെ കയറിയിട്ട് അകത്തു നിന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ വണ്ടിയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എങ്ങനെയുള്ള സെറ്റിങ്സ് ഇല്ലേ നോക്കുക. എല്ലാ വണ്ടിയിലും ഉണ്ടാവും, നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ.